ഗുഡ് മോർണിംഗ് ഓൾ. ഫങ്ഷണൽ റീ എഡ്യൂക്കേഷനിൽ നമ്മൾ ആദ്യത്തെ 2 സ്റ്റേജായിട്ടുള്ള ലയിങ് ടു സിറ്റിങ്ങും അതുപോലെ തന്നെ സിറ്റിംഗ് ആക്ടിവിറ്റീസ് ആൻഡ് ഗെയിറ്റും നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ ലിംബ് ആക്ടിവിറ്റിയാണ് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ ലിംബ് ആക്ടിവിറ്റിയിൽ പറയുകയാണെങ്കിൽ യു ക്യാൻ സീ ഹിയർ ലിംബ് ആക്ടിവിറ്റി എന്ന് പറയുമ്പം the extremities, that is the upper and lower limbs, are appendages of the trunk developed primarily for the support and ambulatory mobility of the body as a whole. അപ്പോൾ നമ്മുടെ അപ്പർ ലിം ആൻഡ് ലോവർ ലിം എന്ന് പറയുന്നത് ആക്ച്വലി നമ്മുടെ ട്രങ്കിൻ്റെ ഒരു അപ്പൻഡേജസ് ആണ്. അപ്പോൾ എന്താണ് എന്തിനു വേണ്ടിയിട്ടാണ് ഡെവലപ്പ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ബോഡീനെ സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ എന്താണ് ആംബുലേറ്ററി മൊബിലിറ്റി, ബോഡിയുടെ ചലനത്തിന് വേണ്ടി സഹായിക്കാനും വേണ്ടിയിട്ടാണ് ഈ പറയുന്ന upper and lower limb ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ അപ്പർ ലിംബ് ഹാസ് എൻ ഇമ്പോർട്ടൻറ്റ് റോൾ വിത്ത് റിഗാർഡ് ടു ബോഡി സപ്പോർട്ട് ആൻഡ് മൂവ്മെൻറ്റ് വിച്ച് ഈസ് ഇമ്മീഡിയറ്റ്ലി റെക്കഗ്നൈസ്ഡ് ആൻഡ് എക്സ്പ്ലോയിറ്റഡ് വെൻ ലെഗ് ഫംഗ്ഷൻ ഈസ് ഇമ്പേർഡ് ഫോർ എനി റീസൺ. ഇപ്പോൾ ഉദാഹരണത്തിന് നോക്കുകയാണെങ്കിൽ നമ്മൾ അപ്പർ ലിമ്പിൻ്റെ പ്രാധാന്യം നമുക്ക് എപ്പോഴാണ് കൂടുതൽ മനസ്സിലാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോവർ ലിംബ് ഫങ്ഷൻ ചെയ്യാത്ത സാഹചര്യങ്ങളിൽ നമുക്ക് അപ്പർ ലിമ്പിൻ്റെ ഫങ്ഷൻ കൂടുതൽ അതിൻ്റെ പ്രാധാന്യം കൂടുതൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ലോവർ ലിംബ് ഫങ്ഷൻ ചെയ്യാത്ത കാര്യങ്ങൾ എപ്പോഴൊക്കെയാണ്? സപ്പോസ് എന്തെങ്കിലും ഒരു ഇഞ്ചുറി പറ്റി, അല്ലെങ്കിൽ ഒരു പാരാപ്ലീജി പേഷ്യൻ്റാണെന്ന് വെച്ചോ, ആരൊക്കെ താഴോട്ട് തളർന്ന പേഷ്യൻ്റാന്ന് വെച്ചോ, അങ്ങനെയുള്ള പേഷ്യൻറ്റിനൊക്കെ അവർ അപ്പർ ലിമ്പിൻ്റെ ഫങ്ഷൻ കൂടെ ഒരു കോമ്പൻസേറ്റ് ചെയ്യുക അവർ ലോവർ ലിംബ് ഉപയോഗിച്ചിട്ടാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ അവർ വീൽ ചെയറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ വീൽ ചെയർ അവരെങ്ങനെയാണ് മൂവ് ചെയ്യിപ്പിക്കുന്നത്? അവരുടെ അപ്പർ ലിംബ് ഉപയോഗിച്ചിട്ടാണ്. അല്ലെങ്കിൽ ഒരു ബെഡിൽ നിന്ന് ചെയറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക, അല്ലെങ്കിൽ ചെയറിന്ന് ബെഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അവരെന്താ ചെയ്യുന്നത്? ഹിച്ചിങ് ആൻഡ് ഹൈക്കിങ് ഉപയോഗിച്ചിട്ടാണ് അവർ മൂവ് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ അവരെന്താണ് അവിടെ ചെയ്യുന്നത്? അപ്പർ ലിംബാണ് ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ ക്രച്ചസോ അല്ലെങ്കിൽ റെയിൽസിലോ പിടിച്ചിട്ട് അവർ നടക്കുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർ മൂവ് ചെയ്യുന്നു. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവരെന്താ ചെയ്യുന്നത്? അവർ അപ്പർ ലിംബ് ഉപയോഗിച്ചിട്ടാണ് അവർ ക്രച്ചസും റെയിൽസും ഹോൾഡ് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ നമ്മൾ പറയണം അപ്പർ ലിമ്പിൻ്റെ ഒരു ഫംഗ്ഷൻ നമുക്ക് ഏറ്റവും കൂടുതൽ ലോവർ ലിംബ് ഫംഗ്ഷൻ ലെസ് ആകുന്ന സമയത്ത് അത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ അപ്പർ ലിംബ് ഉപയോഗിക്കും. ഓക്കെ, ദെൻ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ലോവർ ലിംബ് ആക്ടിവിറ്റീസാണ്. ഇപ്പോൾ ലോവർ ലിംബ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീ എഡ്യൂക്കേഷൻ ഈസ് ഗിവൺ ടു ദ അച്ചീവ്മെൻറ്റ് ഓഫ് ബേസിക് ലെഗ് ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ റീ എഡ്യൂക്കേഷൻ കൊടുക്കുന്നത് നമ്മളെ ബേസിക് ലെഗ് ഫങ്ഷൻസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ വാട്ട് ആർ ദ ബേസിക് ലെഗ് ഫങ്ഷൻ? ബേസിക് ലെഗ് ഫങ്ഷനിൽ ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു സപ്പോർട്ട് ദ ബോഡി ഇൻ വെയിറ്റ് ബിയറിംഗ് പൊസിഷൻ. നമ്മളെ ബോഡീനെ വെയിറ്റ് ബിയറിംഗ് പൊസിഷനിൽ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അവിടെ നമ്മളെങ്ങനെയാണ് ലെഗ്സ് മേ ബി യൂസ്ഡ് യൂണിലാറ്ററലി, ബൈലാറ്ററലി ഓർ റെസിപ്രോക്കലി. ലെഗ്സ് എങ്ങനെയൊക്കെ ഉപയോഗിക്കും? യൂണിലാറ്ററലി ആയിരിക്കും, ഒന്നെങ്കിൽ ഒരു കാലിൽ നിൽക്കും, അല്ലെങ്കിൽ ബൈലാറ്ററലി 2 കാലിലായിരിക്കും നമ്മൾ നിൽക്കുന്നത്, അല്ലെങ്കിൽ റെസിപ്രോക്കലി ആയിരിക്കും നമ്മൾ വെയിറ്റ് ബിയറിംഗ് പൊസിഷനിൽ നിൽക്കുന്നത്. ഓക്കെ, രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ലിഫ്റ്റ് ഓർ ലോവർ ദ ബോഡി ഫ്രം ഓർ ടു ദ ഗ്രൗണ്ട്. ഓക്കെ, രണ്ടാമത്തെ നമ്മൾ ബോഡീനെ ലിഫ്റ്റ് ചെയ്യുകയും ലോവർ ചെയ്യുകയും ചെയ്യുന്നത്. ഓക്കെ, എങ്ങനെ? ഗ്രൗണ്ടിൽ നിന്ന് അല്ലെങ്കിൽ ഫ്ലോറിൽ നിന്ന് നമ്മൾ ലിഫ്റ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ലോവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ലിഫ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസിൽസ് എഗെയിൻസ്റ്റ് ഗ്രാവിറ്റിയാണ് കൺട്രാക്ട് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് മസിൽസ് കൺട്രാക്ട് കോൺസെൻട്രിക്കലി, അല്ലെങ്കിൽ ഷോർട്ടനിങ് കൺട്രാക്ഷനാണ് അവിടെ വരുന്നത്, അല്ലേ? ദെൻ നിങ്ങൾ ലോവർ ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ടുവാർഡ്സ് ദ ഗ്രാവിറ്റിയാണ് മൂവ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് മസിൽ കൺട്രാക്ട് എക്സെൻട്രിക്കലിയാണ്, മസിൽ ലെങ്തനിങ് എക്സെൻട്രിക്കലിയാണ് കൺട്രാക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങളെ ഗേറ്റ് തന്നെ എടുക്കുകയാണെങ്കിൽ ഗേറ്റിൽ നിങ്ങൾക്കറിയാം സ്റ്റാൻഡ് ഫേസും ഉണ്ട്, സിങ്ക് ഫേസും ഉണ്ട്. അപ്പോൾ സ്റ്റാൻഡ് ഫേസിൽ ടോ ഓഫ് വരെ നമ്മൾ വെയിറ്റ് ബിയറിംഗ് ഫേസാണ്. ടോ ഓഫ് നിന്ന് നമ്മൾ കാല് ലിഫ്റ്റ് ചെയ്യുമ്പോൾ സിങ്ക് ഫേസിലേക്ക്, ആക്സലറേഷൻ ഫേസിലേക്ക് പോകുന്നു. അപ്പോൾ അവിടെ ലിഫ്റ്റിംഗ്, അതായത് നമ്മളെന്താ ചെയ്യുന്നത്? നമ്മളെ ബോഡീനെ ലിഫ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ കാലിനെ നമ്മൾ അവിടെ ലിഫ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് മസിൽ കൺട്രാക്ട് കോൺസെൻട്രിക്കലി. ദെൻ നിങ്ങൾ നെക്സ്റ്റ് ഹീൽ സ്ട്രൈക്കിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾ ലെഗിനെ ലോവർ ചെയ്യുകയാണ്, കൺട്രോൾ ചെയ്തിട്ട് ലോവർ ചെയ്യുകയാണ്. ദാറ്റ് മീൻസ് ടുവാർഡ്സ് ഗ്രാവിറ്റി, ദാറ്റ് മീൻസ് മസിൽസ് കൺട്രാക്ട് എക്സെൻട്രിക്കലി. ഓക്കെ, പിന്നെ ഉദാഹരണം പറയുകയാണെങ്കിൽ ഗെറ്റിംഗ് ഫ്രം ദ ഫ്ലോർ ടു ദ ചെയർ. നിങ്ങൾ ഒരു ഫ്ലോറിന് ചെയറിലേക്ക് ഇരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ചെയ്യുന്നത്? നിങ്ങളെ ബോഡീനെ ലിഫ്റ്റ് ചെയ്യുകയാണ്, നിങ്ങളെ കാലിൽ സപ്പോർട്ട് ചെയ്തിട്ട് നിങ്ങളെ ബോഡീനെ ലിഫ്റ്റ് ചെയ്യുക ചെയ്യുന്നത്. ഫ്രം സിറ്റ് ടു സ്റ്റാൻഡ് ആൻഡ് റിവേഴ്സ്, നിങ്ങളെങ്ങനെയാണ് ഇരുന്നെടുത്ത് എണീക്കുന്നു. ദാറ്റ് മീൻസ് യു ആർ ലിഫ്റ്റിംഗ് യുവർ ബോഡി വിത്ത് ദ സപ്പോർട്ട് ഓഫ് ലെഗ്. നിങ്ങളെന്ത് ചെയ്യുന്നു? ഇനി എണീറ്റെടുത്തുനിന്ന് ഇരിക്കുന്നു. ദെൻ അഗെയിൻ യു ആർ ലോവറിങ് യുവർ ബോഡി. പിന്നെ ക്ലൈംബിംഗ് ഓർ ഡിസെൻഡിങ് സ്റ്റേഴ്സ്, അതായത് നിങ്ങൾ സ്റ്റെപ്പ് കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു. അവിടെ എന്താ ചെയ്യുന്നത്? സ്റ്റെപ്പ് കയറുമ്പോൾ നിങ്ങൾ കാല് എടുത്തു വെക്കുക എന്ന് പറഞ്ഞാൽ ലിഫ്റ്റ് ചെയ്യുന്നു അടുത്ത സ്റ്റെപ്പിലോട്ട്. ഇനി നിങ്ങൾ സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ നിങ്ങൾ കാല് ലോവർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ,
സോ ഇത്രയാണ് രണ്ടാമത്തെ ബേസിക് ഫംഗ്ഷൻ എന്ന് പറയുന്നത് അതാണ്, ടു ലിഫ്റ്റ് ഓർ ലോവർ ദ ബോഡി ഫ്രം ഓർ ടു ദ ഗ്രൗണ്ട്. മൂന്നാമത്തെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു പ്രൊപ്പൽ ദ ബോഡി ഇൻ എനി ഡയറക്ഷൻ. നിങ്ങൾ ഒരു ബോഡീനെ നിങ്ങൾ ചലിക്കുമ്പോൾ നിങ്ങൾ ഡയറക്ഷൻ മാറ്റുന്നത്, നിങ്ങൾ ഏതെങ്കിലും ദിശയിലേക്ക് മാറുന്നതിന് സഹായിക്കുന്നത് നിങ്ങളുടെ ലോവർ ലിംബാണ്. അതായത് ഒരു ഫിക്സ്ഡ് ഫൂട്ട് ഏരിയയിൽ നിന്നിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നത്. മൂവ്മെൻറ്റ് ഈസ് ഇനീഷ്യേറ്റഡ് ഫ്രം എ ഫിക്സ്ഡ് ഏരിയ ഓഫ് എ ഫുട്ട് ആൻഡ് എക്സ്റ്റൻസർ ആക്ടിവിറ്റീസ് എംപ്ലോയിഡ് ബോത്ത് ഫോർ സപ്പോർട്ട് ആൻഡ് പ്രൊപ്പൽഷൻ. നാലാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഫുഡ് മേ ബി ഫ്രീഡ് ഫ്രം വെയ്റ്റ് ബിയറിംഗ് ഫോർ റീപ്ലേസ്മെൻറ്റ് ഇൻ എ ന്യൂ പൊസിഷൻ ടു ഗെയിൻ മൊമെൻറ്റം ഫോർ ത്രസ്റ്റിംഗ് മൂവ്മെൻറ്റ് ഓർ ടു ബ്രിങ് ദ ഫുഡ് വിത്തിൻ റീച്ച് ഓഫ് ദി ഹാൻഡ്. ദാറ്റ് മീൻസ് ദ ഫുഡ് മേ ബി ഫ്രീഡ് ഫ്രം വെയ്റ്റ് ബിയറിംഗ്. അതായത് വെയ്റ്റ് ബിയറിംഗ് പൊസിഷനിൽ നിന്ന് നമ്മളുടെ ലെഗിനെ ഫ്രീ ആക്കുന്നു, നോൺ വെയ്റ്റ് ബിയറിങ്ങിലേക്ക് കൊണ്ടുവരുന്നു. എന്തിനൊക്കെ വേണ്ടിയിട്ട്? ഒന്ന് നമ്മൾ ഒരു ന്യൂ പൊസിഷനിലേക്ക് റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദാറ്റ് മീൻസ് ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളെ ഗേറ്റ് തന്നെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുന്നത്, നിങ്ങൾ സ്റ്റാൻഡ് ഫേസിൽ നിന്ന് സിങ്ക് ഫേസിലേക്ക് പോകുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെന്താണ് വെയ്റ്റ് ബിയറിംഗ് ടോഫിന്ന് ആക്സലേഷൻ ഫേസിലേക്ക് പോകാമെന്ന് തന്നെ പറഞ്ഞാൽ എന്താണ്, നിങ്ങളെ വെയ്റ്റ് ബിയറിംഗ് ഫ്രീ ആക്കുകയാണ്, നിങ്ങൾ ലെഗിനെ ഫ്രീ ആക്കിയിട്ട് നോൺ വെയ്റ്റ് ബിയറിംഗിലേക്ക് കൊണ്ടുവരികയാണ്, ഒരു പുതിയൊരു പൊസിഷനിലേക്ക് കൊണ്ടുവരികയാണ്. യെസ്, അതേപോലെ തന്നെ ഒരു ലെഗിനെ നമ്മളെന്താണ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എടുത്തു വെക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, ആക്ച്വലി നമ്മളെ ലെഗിനെ അവിടെ നിന്ന് ലിഫ്റ്റ് ചെയ്യുകയാണ്, അതായത് വെയ്റ്റ് ബിയറിംഗ് നോൺ വെയ്റ്റ് ബിയറിംഗിലേക്ക് കൊണ്ടുവരികയാണ്, ഗ്രൗണ്ടിൽ നിന്ന് ഫ്രീ ആക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതേപോലെ പിന്നെ എന്തിനാണ് നമ്മൾ ഫ്രീ ചെയ്യുന്നത്, വെയ്റ്റ് ബിയറിംഗിന് ഫ്രീ ചെയ്യുന്നത്? ടു ഗെയിൻ മൊമെൻറ്റം ഫോർ എ ത്രസ്റ്റിംഗ് മൂവ്മെൻറ്റ്. ഒരു ത്രസ്റ്റിംഗ് മൂവ്മെൻറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ മൊമെൻറ്റം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, വെയ്റ്റ് ബിയറിംഗിന് നോൺ വെയ്റ്റ് ബിയറിംഗിൽ കൊണ്ടുവരാറുണ്ട്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഇപ്പോൾ സ്പോർട്സിലൊക്കെ നമുക്കത് കാണാൻ പറ്റും. ഇപ്പോൾ നിങ്ങളൊരു ഫാസ്റ്റ് ബോളറൊക്കെ ആണെങ്കിൽ ഫാസ്റ്റ് ബോളേഴ്സൊക്കെ ബോൾ ചെയ്യുമ്പോൾ ഓടി വന്നിട്ട് എന്താണ് ജസ്റ്റ് ഒന്ന് തുള്ളും, അതായത് വെയ്റ്റ് ബിയറിംഗിന് നോൺ വെയ്റ്റ് ബിയറിലേക്ക് കൊണ്ടുവരും, കൂടുതൽ മൊമെൻറ്റം കിട്ടാൻ വേണ്ടിയിട്ട്, കൂടുതൽ വേഗത്തിൽ പന്ത് എറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ത്രസ്റ്റിംഗ് മൂവ്മെൻറ്റിൻ്റെ മൊമെൻറ്റം കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, വെയ്റ്റ് ബിയറിംഗിന് നോൺ വെയ്റ്റ് ബിയറിംഗിലേക്ക് നമ്മൾ ലെഗിനെ ഫ്രീ ആക്കും. ഓക്കെ, പിന്നെ എന്തിനാണ് നമ്മൾ വെയ്റ്റ് ബിയറിംഗിന് നോൺ വെയ്റ്റ് ബിയറിംഗിന് ഫ്രീ ആക്കുന്നത്? ടു ബ്രിങ് ദ ഫുഡ് വിത്തിൻ റീച്ച് ഓഫ് ദി ഹാൻഡ്. നമ്മളെ കൈൻ്റെ അടുത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, കാല് പൊന്തിച്ച് നമ്മളെ കൈൻ്റെ അടുത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. എന്തിനൊക്കെ വേണ്ടിയിട്ട്? ഡ്രസ്സിങ് ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട്, ഈ ഷൂസ് ഇടാൻ വേണ്ടിയിട്ട്, സോക്സ് ഇടാൻ വേണ്ടിയിട്ട്, ട്രൗസേഴ്സ് ഇടാൻ വേണ്ടിയിട്ടൊക്കെ നമ്മളെ കാല് പൊന്തിച്ച് നമ്മളെ കൈൻ്റെ അടുത്തേക്ക് കൊണ്ടുവരാറുണ്ട്. ഓക്കെ, സോ ദീസ് ഫങ്ഷൻസ് ആർ ഓൾ നോൺ വെയ്റ്റ് ബിയറിംഗ് ഐസോട്ടോണിക്. ഈ പറഞ്ഞ ഫങ്ഷൻസ് ഒക്കെ എന്താണ്? നോൺ വെയ്റ്റ് ബിയറിംഗ് ഫങ്ഷൻസ് ആണ് ലെഗിൻ്റെ. ഐസോട്ടോണിക് കൺട്രാക്ഷൻ ഓഫ് ദ ലെഗ് ഫ്ലെക്സേഴ്സ് ആൻഡ് ഡോർസിഫ്ലെക്സേഴ്സ് പ്രൊഡ്യൂസ് ദ മൂവ്മെൻറ്റ് നെസസറി ടു റീപ്ലേസ് ദ ഫോർട്ട്. അപ്പോൾ നമ്മൾ ലെഗ് ഫ്ലെക്സേഴ്സിൻ്റെയും ഡോർസിഫ്ലെക്സേഴ്സും എന്താണ് ഐസോട്ടോണിക്കലി കൺട്രാക്ട് ചെയ്യും. എന്തിനു വേണ്ടിയിട്ട്? നമ്മളെ ഫുട്ടിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഉദാഹരണത്തിന് വാക്കിംഗ്, റണ്ണിങ്, സ്റ്റെപ്പിംഗ്. ദെൻ ബ്രിങ് ഫുഡ് ടുവാർഡ്സ് ദ ഹാൻഡ് ഫോർ ഡ്രസ്സിങ് ആക്ടിവിറ്റി. ഡ്രസ്സിങ് ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് നമ്മളെ ലെഗിനെ ഗ്രൗണ്ടിൽ നിന്ന് ഫ്രീ ആക്കി നമ്മളെ കൈൻ്റെ അടുത്തേക്ക് കൊണ്ടുവരാറുണ്ട്. ഫ്രം ദീസ് ബേസിക് ഫങ്ഷൻസ് ഓഫ് ലെഗ്സ് വി ക്യാൻ നോട്ടീസ് ദാറ്റ്. നമ്മൾ ഇത്രയും പറഞ്ഞ കാര്യത്തിൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ദ മെജോറിറ്റി ഓഫ് ദ ഫങ്ഷൻസ് ആർ വെയ്റ്റ് ബിയറിംഗ്. Weight bearing activities are initiated from a fixed foot or feet. In non-weight bearing, the foot is free to move. Okay. അപ്പോൾ ഇനി നമ്മളെ ആക്ടിവിറ്റീസിലേക്ക് പോവുകയാണ്, റീ എഡ്യൂക്കേഷനിലേക്ക് പോവുകയാണ്. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് റീട്രെയിനിങ് ദ സ്റ്റെബിലിറ്റി ആൻഡ് എക്സ്റ്റൻസർ ആക്ടിവിറ്റീസ് ഓഫ് ദി ലെഗ്. നമ്മൾ ലെഗിൻ്റെ സ്റ്റെബിലിറ്റിയും അതുപോലെ തന്നെ എക്സ്റ്റൻസർ ആക്ടിവിറ്റീനെയും നമ്മൾ എങ്ങനെയാണ് റീട്രെയിൻ ചെയ്യുക അല്ലെങ്കിൽ റീ എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നോക്കുന്നത്. ആദ്യം നമ്മൾ നോൺ ആൻഡ് പാർഷ്യൽ വെയ്റ്റ് ബിയറിംഗിൽ എങ്ങനെ നമ്മൾ എക്സ്റ്റൻസർ ആക്ടിവിറ്റീനെ റീട്രെയിൻ ചെയ്യും. അതിൽ ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിത്ത് ദ ബോഡി സപ്പോർട്ടഡ് ഹൊറിസോണ്ടലി എ ഫോം സ്മോൾ പില്ലോ ഈസ് പ്ലേസ്ഡ് അണ്ടർ ദ നീ ടു പ്രിവെൻറ്റ് ഹൈപ്പർ എക്സ്റ്റൻഷൻ. പേഷ്യൻ്റ് എന്താണ് സുപ്പൈൻ ലൈംഗ കിടക്കുന്നു, മുട്ടിൻ്റെ അടിയിൽ ഈ ചിത്രത്തിൽ കാണും പോലെ ഒരു പില്ലോ വെക്കുന്നു. ഓക്കെ, അത് എന്തിനു വേണ്ടിയിട്ടാണ്? നീ ഹൈപ്പർ എക്സ്റ്റൻഷനിലേക്ക് പോകുന്നത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, പ്രഷർ ഓൺ ദ സോൾ ഓഫ് ദ ഫുട്ട് സ്റ്റിമുലേറ്റ് എക്സ്റ്റൻസർ ആക്ടിവിറ്റി ആസ് ദ പേഷ്യൻ്റ് ഈസ് ആസ്ക്ഡ് ടു പ്രസ് ദ നീ ടു പില്ലോ ആൻഡ് ദ ഫുട്ട് ടുവാർഡ്സ് ദ തെറാപ്പിസ്റ്റ് ഹാൻഡ്. എ ഫുട് ബോർഡ് ഇൻ ദ ബെഡ്, എ വാൾ ഓർ സ്യൂട്ടബിൾ സ്ട്രക്ചർ. ദെൻ പേഷ്യൻറ്റിനോട് നിങ്ങൾ എന്ത് പറയുന്നു? അയാളുടെ നീ എന്താണ് പില്ലോയിലേക്ക് പ്രസ് ചെയ്തിട്ട് കാല് എവിടെ അമർത്താൻ പറയുന്നു? ഒന്നെങ്കിൽ പേഷ്യൻറ്റിൻ്റെ കയ്യിലോട്ട് അമർത്താൻ പറയുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, എൻഡിലൊരു ഫുട് ബോർഡ് വെക്കുക, ബെഡിൻ്റെ എൻഡിലൊരു ഫുട് ബോർഡ് വെക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ചുമരിലോട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്യൂട്ടബിൾ സ്ട്രക്ചറിലോട്ടോ അമർത്താൻ പറയാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. പേഷ്യൻ്റ് എന്ത് ചെയ്യുക, സുപ്പൈൻ ലൈൻ എടുക്കുക, മുട്ടിൻ്റെ അടിയിലൊരു പില്ലോ വെക്കുക. ദെൻ എന്ത് ചെയ്യുക, മുട്ടിൻ്റെ അടിയിലുള്ള പില്ലോൻ്റെ നീ അമർത്തിയതിന് ശേഷം കാല് എവിടെ അമർത്തുക? ഒന്നെങ്കിൽ ചുമരമ്മൽ അമർത്തുക, അല്ലെങ്കിൽ പേഷ്യൻ്റ് തെറാപ്പിസ്റ്റിൻ്റെ ഹാൻഡ് വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു ഫുട് ബോർഡ് വെച്ച് കൊടുക്കുക. ഓക്കെ, സോ വി ആർ റീട്രെയിനിങ് ദ എക്സ്റ്റൻസർ ആക്ടിവിറ്റി ഇൻ. ഇവിടെ എന്താണ് പേഷ്യൻ്റ് എന്താണ് നോൺ വെയ്റ്റ് ബിയറിങ്ങിലുള്ളൊരു പേഷ്യൻ്റാണ്. പേഷ്യൻ്റ് നേരെ എണീച്ച് നിൽക്കാൻ പറ്റില്ല,
കാലിലോട്ട് അങ്ങനെ വെയിറ്റ് വരാൻ പറ്റാത്തൊരു പേഷ്യൻ്റ് ബെഡ് റിഡൺ ആണെന്ന് വെച്ചോ. അങ്ങനെ ഒരു പേഷ്യൻറ്റിൽ നമുക്ക് എങ്ങനെ അയാളുടെ എക്സ്റ്റൻസർ ആക്ടിവിറ്റീനെ ഇമ്പ്രൂവ് ചെയ്യാം, അതായത് അല്ലെങ്കിൽ എങ്ങനെ അയാളുടെ കാലിൽ കൂടെ വെയിറ്റ് ഇറക്കാം എന്നാണ് നമ്മളിവിടെ നോക്കുന്നത്. സോ ഇങ്ങനെയുള്ള ഒരു ഹൊറിസോണ്ടൽ പൊസിഷനിൽ വെച്ചിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, കാലിനെ ട്രെയിൻ ചെയ്തെടുക്കാം. കാലിൽ കൂടെ വെയിറ്റ് ഇറക്കിയിട്ട് നമുക്ക് ട്രെയിൻ ചെയ്തെടുക്കാം. അതാണ് ഇവിടെ നമ്മൾ ചെയ്തത്. ഓക്കെ, സോ emphasis on heel pressure with foot dorsiflexion stimulate the heel strike and elicit a stabilizing reaction. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഹീൽ പ്രഷർ വെച്ചിട്ട് എന്താണ്, ഫുട്ട് ഡോർസിഫ്ലെക്സ് ചെയ്തിട്ട് നിങ്ങളെ ഹീലിലോട്ട് പ്രഷർ കൊടുക്കുന്ന സമയത്ത് അത് നിങ്ങളെ ഹീൽ സ്ട്രൈക്ക്, വാക്കിംഗ് ഫേസിലെ ഹീൽ സ്ട്രൈക്കിനെ സ്റ്റിമുലേറ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. ഓക്കെ, പ്രഷർ അണ്ടർ ദ ബോൾസ് ഓഫ് ദ ടോസ് വിത്ത് പ്ലാന്റാർ ഫ്ലെക്ഷൻ എലിസിറ്റ് ദ എക്സ്റ്റൻസർ ആക്ടിവിറ്റി. ഓക്കെ, ഇനി നിങ്ങളുടെ പ്ലാന്റാർ ഫ്ലെക്ഷൻ ചെയ്യുന്നു, അതായത് ആദ്യം നിങ്ങൾ ഹീലിൻ്റെ ഭാഗത്ത് കൂടുതൽ അമർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മളെ വാക്കിങ്ങിലെ ഹീൽ സ്ട്രൈക്കിനെ ഫെസിലിറ്റേറ്റ് ചെയ്യും. ഇനി നിങ്ങൾ എന്താണ് പ്ലാന്റാർ ഫ്ലെക്ഷൻ ചെയ്യുന്നു, ദാറ്റ് മീൻസ് നിങ്ങളുടെ ഫൂട്ടിൻ്റെ ഫ്രണ്ട് ഭാഗം, ബോൾ ഓഫ് ദ ഫൂട്ടാണ് നിങ്ങൾ അമർത്തുന്നതെങ്കിൽ അതെന്ത് ചെയ്യും, നമ്മളെ എക്സ്റ്റൻസർ ആക്ടിവിറ്റീനെ എലിസിറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. രണ്ടാമത്തേത് നമുക്ക് എങ്ങനെ ചെയ്യാം, നോൺ വെയിറ്റ് ബിയറിംഗ് അല്ലെങ്കിൽ പാർഷ്യൽ വെയിറ്റ് ബിയറിംഗ് പൊസിഷനിൽ തന്നെ നമുക്ക് എങ്ങനെ നമ്മളെ എക്സ്റ്റൻസർ ആക്ടിവിറ്റീനെ റീട്രെയിൻ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, പേഷ്യൻ്റ് എന്ത് ചെയ്യുക, എ സിമിലർ എഫക്റ്റ് ഈസ് അച്ചീവ്ഡ് ഇൻ ദ ഇറക്റ്റ് പൊസിഷൻ ഫോർ വൺ ലെഗ് വെൻ ദ ബോഡി ഈസ് weight is supported at buttocks or by one sound leg and then an appropriate means of support. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെ ഒരു ബെഡിൻ്റെ ഒരു എഡ്ജിൽ വന്നിട്ട് നിങ്ങളെ ഇങ്ങനെ ഇരുന്നിട്ട് നിങ്ങളെ പ്രശ്നമുള്ള കാല് നിങ്ങൾ എന്ത് ചെയ്യുക, ഗ്രൗണ്ടിലോട്ട് വെക്കുക. അപ്പോൾ ഇവിടെ പാർഷ്യൽ വെയിറ്റ് ബിയറിങ്ങേ വരുന്നുള്ളൂ, ബാക്കി വെയിറ്റൊക്കെ എവിടെയാണ് വരിക, നമ്മുടെ ബട്ടോക്കിലാണ് വരിക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയും നമുക്ക് ചെയ്യാം. അപ്പോൾ ഈ പാർഷ്യൽ വെയിറ്റ് ബിയറിംഗ് മാത്രം പറ്റുന്ന പേഷ്യൻസിൽ നമുക്ക് എക്സ്റ്റൻസർ ആക്ടിവിറ്റീനെ റീട്രെയിൻ ചെയ്യാൻ പറ്റുന്ന രണ്ടാമത്തെ ഒരു പൊസിഷനാണ് ഇവിടെ പറഞ്ഞത്. എ സിമിലർ എഫക്റ്റ് ഈസ് അച്ചീവ്ഡ് ഇൻ ദ ഇറക്റ്റ് പൊസിഷൻ ഫോർ വൺ ലെഗ് വെൻ ദ ബോഡി വെയിറ്റ് ഈസ് സപ്പോർട്ടഡ് അറ്റ് ബട്ടോക്സ്. ഒന്നെങ്കിൽ എന്ത് ചെയ്യുക, നമ്മളെ ബോഡി വെയിറ്റ് എന്താണ്, നമ്മളെ ബട്ടോക്കിൽ സപ്പോർട്ട് ചെയ്യുന്നു. ബട്ടോക്കിൽ സപ്പോർട്ട് ചെയ്തതിന് ശേഷം മറ്റേ കാല് നമ്മൾ പാർഷ്യലായിട്ട് വെയിറ്റ് ഇറക്കുന്നു. ഓർ ബൈ വൺ സൗണ്ട് ലെഗ് ആൻഡ് ആൻ അപ്രോപ്രിയേറ്റ് മീൻസ് ഓഫ് സപ്പോർട്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ എന്താണ്, ബോഡി വെയിറ്റ് മൊത്തം ഒരു കാലിലോട്ട് വരില്ല. ഓക്കെ, അപ്പോൾ അതാണ് നമുക്ക് പാർഷ്യൽ വെയിറ്റ് ബിയറിംഗ് ആയിരിക്കും സപ്പോസ് ഡോക്ടർ നമ്മളോട് നിർദ്ദേശിച്ചത്, നിങ്ങളുടെ കാലൊരിക്കലും നിങ്ങൾ ഫുൾ വെയിറ്റ് ബിയറിംഗ് കൊടുക്കരുത്, ഇത്ര കാലയളവ് കഴിഞ്ഞിട്ടേ ഫുൾ വെയിറ്റ് ബിയറിംഗ് കൊടുക്കാൻ പാടുള്ളൂ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, പാർഷ്യൽ വെയിറ്റ് ബിയറിംഗ് കൊടുത്ത് നമ്മൾ എക്സ്റ്റൻസർ ആക്ടിവിറ്റീനെ സ്റ്റിമുലേറ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു കാര്യം ചെയ്താൽ മതി. ഒരു കാല് ഗ്രൗണ്ടിൽ വെച്ചിട്ട് മറ്റേത് നമ്മളെന്താണ് ബെഡിൻ്റെ മുകളിൽ ബട്ടോക്കിലിരിക്കുമ്പോൾ ഫുൾ വെയിറ്റ് നമ്മളെ കാലിലോട്ട് വരില്ല. ഓക്കെ, ദെൻ മൂന്നാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫ്രം ദ സിറ്റിംഗ് പൊസിഷൻ ലെഗ് എക്സ്റ്റൻഷൻ ആൻഡ് സ്റ്റെബിലിറ്റി ക്യാൻ ബി സക്സസ്ഫുള്ളി പ്രാക്ടീസ്ഡ് ഇൻ മെനി പാർട്സ് ഓഫ് ദ റേഞ്ച്. ഓക്കെ, അപ്പോൾ ഈ സിറ്റിംഗ് പൊസിഷനിൽ നമുക്ക് എങ്ങനെ ലെഗ് എക്സ്റ്റൻഷൻ ആൻഡ് സ്റ്റെബിലിറ്റി പ്രാക്ടീസ് ചെയ്യാൻ നോക്കാം. ഓക്കെ, എ ഫ്രെയിം ചെയർ വിത്ത് ആംറസ്റ്റ് ഈസ് മോസ്റ്റ് ബ്യൂട്ടിഫുൾ. ഒരു നല്ല ഉറപ്പുള്ളൊരു ചെയറും അതിനൊരു ആംറസ്റ്റ് ഉള്ളൊരു ചെയർ നമ്മൾ എടുക്കുന്നു. ദെൻ പേഷ്യൻറ്റ് പ്രസ് ദ തൈ ടുവാർഡ്സ് ദ സീറ്റ് ഓഫ് ദ ചെയർ. അപ്പോൾ നിങ്ങൾ ഈ ചിത്രത്തിൽ കാണും പോലെ ഇതിലിപ്പോൾ ആംറസ്റ്റ് കാണുന്നില്ല, പക്ഷേ ആംറസ്റ്റും കൂടെ ഉണ്ടെങ്കിൽ നല്ലതാണ്. ഓക്കെ, സോ അപ്പോൾ ഒരു ആംറസ്റ്റുള്ള നല്ലൊരു ഉറച്ച ചെയർ ഇരുന്നതിന് ശേഷം നിങ്ങളുടെ തൈ നിങ്ങളെ സീറ്റിലോട്ട് അമർത്തുക. ദെൻ അല്ലെങ്കിൽ ഒരു ചെമരിന് അഭിമുഖമായിട്ടാണ് ഇരിക്കുന്നതെന്ന് വെച്ചോ, ആ ചെമരിൻ്റെ മുകളിലേക്ക് നിങ്ങളെ കാല് വെച്ച് ചവിട്ടുക. ഓക്കെ, നേരത്തെ നമ്മൾ സുപ്പൈൻ ലൈങ് ചെയ്ത പോലെ തന്നെ. അല്ലെങ്കിൽ ഒരു എന്താ പറയുക, പിന്നെ എന്തെങ്കിലും, ദാറ്റ് മീൻസ് ദ പേഷ്യൻറ്റ് presses the thigh towards the seat of the chair. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ ഹിപ്പ് എക്സ്റ്റൻഷനിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. ദാറ്റ് മീൻസ് നിങ്ങളെ തൈ എന്ത് ചെയ്യുക, ചെയറിൻ്റെ മുകളിൽ അമർത്തുക. ഓക്കെ, ദെൻ എന്ത് ചെയ്യുക, ദ ഫുട്ട് ടുവാർഡ്സ് ദ വാൾ ഓർ കർബ്. ഒന്നെങ്കിൽ നിങ്ങളെ ചെമറിനോട് കാല് അമർത്തുക, പ്ലാന്റാർ ഫ്ലെക്ഷൻ ചെയ്യുക, കാല് അമർത്തി പിടിക്കുക, ഇതാ ഇവിടെ ചെയ്യും പോലെ. ഓക്കെ, അല്ലെങ്കിൽ ഒരു കർബ്, നമ്മളെ എഡ്ജ്ഡ് റേസിനാണ് നമ്മൾ കർബ് എന്ന് പറയുക. ചെമറിൻ്റെ അടിയിൽ ഇങ്ങനെ ചില എഡ്ജ് ഇങ്ങനെ റേസ് ചെയ്ത് നിൽക്കുമല്ലോ, ഒന്നെങ്കിൽ അതിൻ്റെ മുകളിലോട്ട് ചവിട്ടി പിടിക്കുക, അല്ലെങ്കിൽ നേരെ ചെമരുമേലേക്ക് തന്നെ ചവിട്ടി പിടിക്കുക. ദാറ്റ് മീൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, പ്ലാന്റാർ ഫ്ലെക്ഷൻ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ദെൻ വിത്ത് ദ ഹീൽ പുഷിങ് ടുവാർഡ്സ് ദ ഫ്ലോർ ആസ്. ദെൻ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ ഫ്ലോറിൽ നിങ്ങളെ ഹീല് പുഷ് ചെയ്യുകയും ചെയ്യുക. ബോൾ ഓഫ് ദി ടോ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ ചെമറിനോടോ അല്ലെങ്കിൽ കേബിനോടോ പുഷ് ചെയ്യുക. ഓക്കെ, ദെൻ നീ സ്ട്രെയിറ്റൻഡ്. ദെൻ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ മുട്ട് സ്ട്രെയിറ്റൻ ചെയ്യാൻ ശ്രമിക്കുക, നീ എക്സ്റ്റെൻഡ് ചെയ്ത് പിടിക്കാൻ ശ്രമിക്കുക. ഓക്കെ,
ഇനി എക്സ്റ്റെൻഡ് ചെയ്ത് പിടിക്കുക. സോ നമ്മുടെ കാല് കൂടെ അപ്പം എന്ത് ചെയ്യും, വെയിറ്റ് ബിയറിങ് വരും. ഇവിടെയും നമ്മൾ പാർഷ്യൽ വെയിറ്റ് ബിയറിങ് പോസിബിളായ പേഷ്യൻസിലാണ് നമ്മൾ ചെയ്യുന്നത്, ഫുൾ വെയിറ്റ് ബിയറിങ് ചെയ്യാൻ പറ്റാത്തത്, അല്ലെങ്കിൽ നോൺ വെയിറ്റ് ബിയറിങ് ഉള്ള പേഷ്യൻറ്റ്. ഫുൾ വെയിറ്റ് ബിയറിങ്ങിൽ ചെയ്യാൻ പറ്റാത്ത പേഷ്യൻസിനെ എങ്ങനെ നമുക്ക് ലെഗിൻ്റെ എക്സ്റ്റൻസർ ആക്ടിവിറ്റീനെ റീട്രെയിൻ ചെയ്യാനാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ. അഡീഷണൽ റീഎൻഫോഴ്സ്മെൻറ്റ് ഈസ് ഒബ്റ്റൈൻഡ് ബൈ ലീനിങ് ബാക്ക് ആൻഡ് പുഷിങ് അഗെയിൻസ്റ്റ് ദ ചെയർ ബാക്ക്. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് അഡീഷണലായിട്ട് കൂടുതൽ ഫോഴ്സ് ഇതിലൂടെ ഇറങ്ങണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ബാക്കോട്ട് ചരിഞ്ഞിരിക്കുക. അപ്പോൾ കൂടുതൽ ഭാരം നിങ്ങളെ കാല് കൂടെ പോകും. ഓക്കെ, കൂടുതൽ ശക്തിയിൽ നിങ്ങൾക്ക് അമർത്താൻ പറ്റും. ഓക്കെ. ദെൻ പിന്നെ നാലാമത്തെ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പാർഷ്യൽ വെയിറ്റ് ബിയറിങ് ആൻഡ് നോൺ വെയിറ്റ് ബിയറിങ്ങിൽ ചെയ്യാൻ പറ്റുന്ന നാലാമത്തെ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മാനുവൽ പ്രഷർ അപ്ലൈഡ് ഇൻ എ ഫോർവേഡ് ആൻഡ് ഡൗൺവേർഡ് ഡയറക്ഷൻ ഓൺ ദി ഹെഡ് ഓർ back of a patient holding the sitting position, elicit activity in the soles of the feet and stimulating activity in all leg muscles. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്, പേഷ്യൻറ്റ് സിറ്റിങ്ങിലിരിക്കും, നമ്മൾ എന്ത് ചെയ്യും, പേഷ്യൻറ്റിൻ്റെ തലയിലും അതുപോലെ തന്നെ എന്താണ് ബാക്കിലും നമ്മൾ എന്ത് ചെയ്യും, തെറാപ്പിസ്റ്റ് അപ്ലൈ എ ഫോർവേഡ് ആൻഡ് ഡൗൺവേർഡ് ഡയറക്ഷൻ, പ്രഷർ അപ്ലൈ എ ഫോർവേഡ് ആൻഡ് ഡയറക്ഷൻ. ഓക്കെ. ഒന്നെങ്കിൽ നിങ്ങൾ തലേൻ്റെ മുകളിൽ അല്ലെങ്കിൽ നിങ്ങൾ ആ പേഷ്യൻറ്റിൻ്റെ ബാക്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, അമർത്തി വെക്കും. അപ്പോൾ അമർത്തുമ്പോൾ നമ്മളെ കാലിലോട്ട് കുറച്ച് ഭാരം വരുന്ന മാതിരി നമുക്ക് ഫീൽ ചെയ്യും. ഓക്കെ. അപ്പോൾ നമ്മളെ സോളിലോട്ട് കൂടുതൽ എന്താണ് ഭാരം വരും. അതും നമ്മളെ എക്സ്റ്റൻസർ ആക്ടിവിറ്റീനെ എലിസിറ്റ് ചെയ്യും. ഓക്കെ. അതുപോലെ തന്നെ നമ്മളെല്ലാ മസിൽസിൻ്റെയും മോൾ ലെഗ് മസിൽസിൻ്റെ ആക്ടിവിറ്റീനെയും ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കും. ഇത് നമ്മളെന്താണ് പാർഷ്യൽ വെയിറ്റ് ബിയറിങ് അല്ലെങ്കിൽ നോൺ വെയിറ്റ് ബിയറിങ് കണ്ടീഷനിലാണ് നമ്മൾ ചെയ്യുക. ഇവിടെ നമ്മൾ എന്താണ് പേഷ്യൻ്റ് സിറ്റിംഗ് പൊസിഷനിലിരിക്കും, എന്നിട്ട് നമ്മൾ തെറാപ്പിസ്റ്റ് എന്ത് ചെയ്യും, പുഷ് ചെയ്യും, എന്താ പറയുക, അപ്ലൈ ചെയ്യേ പ്രഷർ ചെയ്യും. ഒന്നെങ്കിൽ തലേൻ്റെ മുകളിൽ ഫോർവേഡ് ആൻഡ് ഡൗൺവേർഡ് ഡയറക്ഷനിലാണ് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ബാക്കിൽ. ഓക്കെ. ഇനി അഞ്ചാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, when the patient lift and transfers the buttock forward toward the front of the chair, the feet are fixed in the position for extension ready to stand up. The arm thrust can be used either as a partial support or to maintain balance. ഒന്നുമില്ല, ഇരുന്നെടുത്ത് എണീക്കാൻ ശ്രമിക്കുക. ഫുള്ള് എണീറ്റ് കഴിഞ്ഞാൽ ഫുൾ വെയിറ്റ് ബിയറിങ്ങിലേക്ക് വരും. പക്ഷേ ഫുൾ വെയിറ്റ് ബിയറിങ് പാടില്ല എന്നുള്ള സാഹചര്യത്തിലാണ് നമ്മൾ ചെയ്യുക. സോ നമ്മൾ എന്ത് ചെയ്യും, എണീക്കുക, ഒരു പകുതി എണീക്കുക, പിന്നെ ഇരിക്കുക, പകുതി എണീക്കുക, ഇരിക്കുക. അതായത് ഫുൾ വെയിറ്റ് ബിയറിങ്ങിലേക്ക് നമ്മൾ പോകില്ല. ദാറ്റ് മീൻസ് നമ്മളെ കാലിലോട്ട് എന്ത് ചെയ്യും, നമ്മളെ ബോഡി വെയിറ്റ് ഇറങ്ങുന്ന തരത്തിൽ, പാർഷ്യലി ഇറങ്ങുന്ന തരത്തിലാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് കൂടുതൽ ഇത് കിട്ടണമെങ്കിൽ, അതായത് പിന്നെ സപ്പോർട്ട് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ ലെഗ് എന്ത് ചെയ്യുക, നിങ്ങളിരിക്കുന്ന സാധനത്തിൻ്റെ മുകളിൽ എന്ത് ചെയ്യുക, പുഷ് ചെയ്തതിന് ശേഷം എണീക്കുക. ഓക്കെ. ദ ആം ത്രസ്റ്റ് ക്യാൻ ബി യൂസ്ഡ് either as a partial support or to maintain balance. കൂടുതൽ സപ്പോർട്ട് കിട്ടാനും ബാലൻസ് കിട്ടാൻ വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നിങ്ങളെ അപ്പർ ലിംബ് ഉപയോഗിച്ച് പുഷ് ചെയ്തതിന് ശേഷം, നിങ്ങളെ സീറ്റിൽ പുഷ് ചെയ്തതിന് ശേഷം പകുതി എണീക്കുക, പകുതി ഇരിക്കുക. അപ്പോൾ ഫുൾ സ്റ്റാൻഡിങ്ങിലേക്ക് വരരുത്. ഫുൾ സ്റ്റാൻഡിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫുൾ വെയിറ്റ് ബിയറിങ്ങിലേക്ക് വരും. അപ്പം ഫുൾ വെയിറ്റ് ബിയറിങ് റെസ്ട്രിക്റ്റഡ് ആയ സമയത്താണ് നമ്മൾ ഈ പറഞ്ഞ ആക്ടിവിറ്റീസൊക്കെ ചെയ്യുന്നത്. ഓക്കെ. ദെൻ നമ്മൾ ഇനി ആദ്യം നമ്മൾ പറഞ്ഞത് എക്സ്റ്റൻസർ ആക്ടിവിറ്റി നമുക്ക് എങ്ങനെ റീട്രെയിൻ ചെയ്യാം, അതായത് നോൺ വെയിറ്റ് ബിയറിങ് ആൻഡ് വെയിറ്റ് ബിയറിങ് പൊസിഷൻ്റെ കാര്യമാണ് നമ്മൾ, നോൺ വെയിറ്റ് ബിയറിങ് പാർഷ്യൽ വെയിറ്റ് ബിയറിങ്ങിൻ്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഫുൾ വെയിറ്റ് ബിയറിങ്ങിൽ നമുക്ക് എങ്ങനെ നമ്മളെ ലെഗിൻ്റെ ആക്ടിവിറ്റീനെ റീട്രെയിൻ ചെയ്യാൻ പറ്റുമെന്നാണ്, ലിംബ് ആക്ടിവിറ്റി എങ്ങനെ ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ. അപ്പം ഫുൾ വെയിറ്റ് ബിയറിങ് എങ്ങനെ നമ്മൾ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, സ്റ്റാൻഡിങ് ഓൺ ദ എഡ്ജ് ഓഫ് എ സ്റ്റെപ്പ് ഓർ സ്റ്റെയർ കേസ് വിത്ത് ദ ഹീൽസ് free is a convenient way to emphasize the isotonic contraction of the plantar flexors together with the isometric contraction of the quadriceps and hip extensors. ഓക്കെ. അപ്പോൾ ഒന്നുമില്ല, നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു സ്റ്റെയറിൻ്റെയോ അല്ലെങ്കിൽ സ്റ്റെപ്പിൻ്റെയോ എഡ്ജിൽ വന്നതിന് ശേഷം നിങ്ങൾ ഫ്രണ്ട് ടോ മാത്രം എഡ്ജിൽ വെച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, പ്ലാന്റാർ ഫ്ലെക്ഷൻ ചെയ്യാനും ശ്രമിക്കുക. ഡോർസി ഫ്ലെക്ഷൻ, അതായത് പ്ലാന്റാർ ഫ്ലെക്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഹീൽ ഡ്രോപ്പ് ചെയ്യുക. ദെൻ യു ആർ ഡൂയിങ് ദ ഡോർസി ഫ്ലെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളെ ഹീൽ ഡ്രോപ്പ് ചെയ്യുക. ദെൻ നിങ്ങൾ എന്ത് ചെയ്യുക, പ്ലാന്റാർ ഫ്ലെക്ഷൻ ചെയ്യുക. ദാറ്റ് മീൻസ് നിങ്ങളെ ഹീല് റേസ് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഹീല് ഡ്രോപ്പ് ചെയ്യുക, ഹീല് റേസ് ചെയ്യുക, ഒരു സ്റ്റെപ്പിൻ്റെ എഡ്ജിൻ്റെ മുകളിൽ നിന്നിട്ട്. ഓക്കെ. അപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, നിങ്ങൾ പിന്നെ ഹീല് റേസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ പ്ലാന്റാർ ഫ്ലെക്സേഴ്സ് ആണ് എന്ത് ഐസോട്ടോണിക്കലി കൺട്രാക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ കോൺസെൻട്രിക്കലി കൺട്രാക്ട് ചെയ്യുന്നത്, അല്ലേ. ദെൻ നിങ്ങൾ പിന്നെ ഹീല് ഡ്രോപ്പ് ചെയ്യുന്ന സമയത്തോ നിങ്ങളുടെ ഡോർസി ഫ്ലെക്സേഴ്സ് എന്താണ്, യുവർ പ്ലാന്റാർ ഫ്ലെക്സേഴ്സ് കൺട്രാക്ട് എക്സെൻട്രിക്കലി. പ്ലാന്റാർ ഫ്ലെക്സേഴ്സ് എന്താണ്, എക്സെൻട്രിക്കലി ആണ് കൺട്രാക്ട് ചെയ്യുന്നത്. ഓക്കെ. സോ
ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പ്ലാന്റർ ഫ്ലെക്സേഴ്സിൻ്റെ ഐസോട്രോണിക് കൺട്രാക്ഷൻ നമുക്ക് കാണാൻ പറ്റും. അതേസമയം തന്നെ നമ്മൾ ഈ ഹീൽ ഡ്രോപ്പ് ആൻഡ് ഹീൽ ലിഫ്റ്റ് ചെയ്യുന്ന സമയത്ത്, ഓക്കെ, അപ്പോൾ ഹീൽ ഡ്രോപ്പ് ആൻഡ് ഹീൽ ലിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോഡിസെപ്സും അതുപോലെ തന്നെ ഹിപ്പ് എക്സ്റ്റൻസേഴ്സും നമ്മുടെ ഗ്ലൂട്ടിയൽ റീജിയനിലെ മസിലും നമ്മൾ എന്ത് ചെയ്യും? ടൈറ്റായിട്ട് പിടിക്കും. ദാറ്റ് മീൻസ് ഐസോമെട്രിക്കലി കൺട്രാക്ട് ചെയ്ത് പിടിക്കും. അപ്പോൾ ഇവിടെ നമ്മളെ മുട്ട് മടുക്കുന്നില്ല, നമ്മളെ മുട്ട് നിവർത്തി വെച്ചിട്ടാണ് ഈ പറഞ്ഞ ഹീൽ റേസും ഹീൽ ഡൗണും ചെയ്യുന്നത്. ഓക്കെ, സോ എന്താണ് നമ്മളെ കോഡിസെപ്സ് അവിടെ എന്താ ചെയ്യുന്നത്? അപ്പോൾ ഐസോമെട്രിക്കലിയാണ് കൺട്രാക്ട് ചെയ്യുന്നത്. അതേസമയം തന്നെ നമ്മൾ എന്ത് ചെയ്യും? നമ്മളെ ഹിപ്പ് എക്സ്റ്റൻസേഴ്സ് ഗ്ലൂട്ടിയൽ മസിൽസിനെ ടൈറ്റായിട്ട് പിടിക്കുകയും ചെയ്യും. സോ അപ്പോൾ കൂടുതൽ ഇത് നമുക്ക് കിട്ടും. അതായത് കൂടുതൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്മളെ കോഡിസെപ്സിനെ ഐസോമെട്രിക്കലി കൺട്രാക്ട് ചെയ്ത് പിടിക്കാൻ പറ്റും. ഓക്കെ, സോ ദ ബോഡി ഈസ് മൂവ്ഡ് അപ്വാർഡ് ആൻഡ് ഡൗൺവാർഡ് വെർട്ടിക്കലി അറ്റ് ദി ആംഗിൾ ജോയിൻ. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ സ്റ്റെയറിൻ്റെ എഡ്ജിൽ വന്ന് നിൽക്കുക, നിങ്ങളെ ഫൂട്ടിൻ്റെ ഫ്രണ്ട് ഭാഗം നിങ്ങൾ എഡ്ജിൻ്റെ മുകളിൽ നിന്നതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? ബോഡി അപ്വാർഡ് ആൻഡ് ഡൗൺവാർഡ് ചെയ്യുക, അല്ലെങ്കിൽ എന്താണ്? ഹീൽ റേസ് ചെയ്യുക, ഹീൽ ഡൗൺ ചെയ്യുക. ഓക്കെ, the rapid dropping of the heel boosts the contraction of the plantar flexors by utilizing the stretch reflex. ഓക്കെ, അപ്പോൾ നിങ്ങൾ റാപ്പിഡ് ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് സ്ട്രെച്ച് റിഫ്ലെക്സ് കൊണ്ട് നിങ്ങൾ എന്താണ്? പ്ലാന്റാർ ഫ്ലെക്സേഴ്സിൻ്റെ കൺട്രാക്ഷൻ ഉണ്ടാവും. ഓക്കെ, പിന്നെ എന്താണ്? അതായത് പ്ലാന്റാർ ഫ്ലെക്ഷൻ കൺട്രാക്ഷനെ എന്താണ്? ബൂസ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ എന്താണ്? ആസ് ദ ഹീൽസ് ആർ ലിഫ്റ്റഡ് ദ പേഷ്യൻ്റ് ഈസ് ആസ്ക്ഡ് ടു ബ്രേസ് ദ ബട്ടോക്ക് ആൻഡ് പുൾ ദം ടുഗദർ ടു റീഇൻഫോഴ്സ് ദ കൺട്രാക്ഷൻ ഓഫ് ദ കോഡിസെപ്സ്. ഇനി അതേസമയം തന്നെ നിങ്ങൾ എന്ത് ചെയ്യാണ്? നിങ്ങൾ ഹീൽ റേസ് ചെയ്യുന്ന സമയത്ത്, അതായത് നിങ്ങളെ ബോഡീനെ നിങ്ങൾ അപ്വാർഡ് മൂവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക? അതിൻ്റെ കൂടെ തന്നെ നിങ്ങളെ ബട്ടോക്ക് നിങ്ങൾ ടൈറ്റായിട്ട് പിടിക്കുക. ഓക്കെ, ബ്രേസ് ദ ബട്ടോക്സ് ആൻഡ് പുൾ ദം ടുഗദർ. ഓക്കെ, രണ്ടും എന്താണ്? ഐസോമെട്രിക്കലി കൺട്രാക്ട് ചെയ്യാൻ ശ്രമിക്കുക, അതായത് ടൈറ്റായിട്ട് പിടിക്കാൻ നോക്കുക നിങ്ങളെ രണ്ട് ബട്ടോക്കിൻ്റെ ഗ്ലൂട്ടിയൽ ഫോൾഡ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് എന്താ ഗുണം ഉണ്ടാവുക? അത് നമ്മളെ കോഡിസെപ്സ് മസിൽസിൻ്റെ ഐസോമെട്രിക് കൺട്രാക്ഷൻ എന്ത് ചെയ്യുന്ന? റീഇൻഫോഴ്സ് ചെയ്യുന്ന പറയുക, കൂടുതൽ ബലപ്പെടുത്തുന്നതാണ് പറയുന്നത്. ഓക്കെ, ദിസ് ആക്ടിവിറ്റി ഈസ് യൂസ്ഫുൾ ഫോർ ഹോം പ്രാക്ടീസ് വെൻ ദ നീ ഫ്ലെക്ഷൻ ഈസ് കോൺട്രാഇൻഡിക്കേറ്റഡ്. അപ്പോൾ നീ ഫ്ലെക്ഷൻ കോൺട്രാഇൻഡിക്കേറ്റഡ് ആയ സമയത്ത് നമുക്കിത് ചെയ്യാൻ പറ്റും. എന്തെങ്കിലും ഒരു പേഷ്യൻറ്റിന് സപ്പോസ് നീ ഫ്ലെക്ഷൻ പാടില്ല എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്, എന്തെങ്കിലും ഒരു ഫ്രാക്ചർ കൊണ്ടോ അങ്ങനെ എന്തെങ്കിലും കാരണം കൊണ്ടോ. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് നമ്മളെ ലെഗ് ആക്ടിവിറ്റീനെ ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു മെത്തേഡ് നമുക്ക് വീടുകളിൽ ചെയ്യാൻ പറ്റും. കാരണം ഇവിടെ നീ ഫ്ലെക്ഷൻ വരുന്നില്ല, കോഡിസെപ്സ് കൺട്രാക്ട് ഐസോമെട്രിക്കലി, ദർ ഈസ് നോ നീ ഫ്ലെക്ഷൻ. ഓക്കെ, നീ ഫ്ലെക്ഷൻ ഇല്ല, പക്ഷെ എന്താണ്? നമ്മൾ കോഡിസെപ്സ് മസിലിൽ നമുക്ക് ഐസോമെട്രിക്കലി കൺട്രാക്ട് ചെയ്യാനും പറ്റും. ദെൻ രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാൻഡിങ് വിത്ത് ഈസ് ബാക്ക് ഇൻ കോൺടാക്ട് വിത്ത് എ വാൾ ഓഫ് ദ പേഷ്യൻ, ബെൻ ഹിസ് നീസ് ടു സ്ലൈഡ് ഈസ് ബാക്ക് ഡൗൺവാർഡ്സ്, സ്റ്റിൽ ഇൻ കോൺടാക്ട് വിത്ത് ദ വാൾ ആൻഡ് ദെൻ സ്ട്രൈറ്റൻഡ് ഹിസ് നീസ് ടു സ്റ്റാൻഡ്സ് വൺസ് മോർ. അപ്പോൾ അതൊന്നും ഇല്ല, നിങ്ങൾ എന്ത് ചെയ്യുക? ചെമരിനോട് ചാരി നിന്നതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? സ്ക്വാട്ടിങ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ രീതി. ഓക്കെ, സോ മൂവ്മെൻറ്റ് ഈസ് റിപ്പീറ്റഡ് റിതമിക്കലി ഇൻ എ വാട്ട് എവർ റേഞ്ച് ഈസ് പോസിബിൾ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ചെമരിനോട് ചാരി നിൽക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക? മുട്ട് മടക്കിയിട്ട് നിങ്ങൾ സ്ക്വാട്ടിങ്ങിലേക്ക് പോയി ഇരിക്കാൻ നോക്കുക, ദെൻ എണീക്കുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങളെ നീ ഫ്ലെക്ഷൻ്റെ റേഞ്ച് ഉണ്ട് അതിനനുസരിച്ചാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നീ ഫ്ലെക്ഷൻ റേഞ്ച് കുറവാണെങ്കിൽ ആദ്യം എന്താണ്? കുറഞ്ഞ റേഞ്ചിൽ മിനി സ്ക്വാട്ട് ചെയ്യുക, അല്ലെങ്കിൽ ക്വാർട്ടർ സ്ക്വാട്ട് ചെയ്യുക, ദെൻ നിങ്ങൾ വീണ്ടും കൂട്ടിക്കൊണ്ടുവരിക, അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, ദെൻ നിങ്ങൾ ചെയ്യുമ്പോൾ എന്തായിരിക്കണം? ഒരിക്കലും നിങ്ങളുടെ കാൽമുട്ടിനൊന്നും വേദന ഉണ്ടാകാൻ പാടില്ല, ഷുഡ് ബി പെയിൻ ഫ്രീ ആയിരിക്കണം. വെയിറ്റ് ക്യാൻ ബി ഡിസ്ട്രിബ്യൂട്ടഡ് ബിറ്റ്വീൻ 2 legs, 2 ലെഗ്സിലും നിങ്ങൾ ഒരേപോലെ വെയിറ്റ് കൊടുക്കണം. ദെൻ നാലാമത്തെ പറഞ്ഞാൽ ദിസ് ഈസ് എ യൂസ്ഫുൾ ആക്ടിവിറ്റി ഫോർ ഹോം പ്രാക്ടീസ് വെൻ സ്ട്രെങ്ത്, മൊബിലിറ്റി ഓർ സ്മൂത്ത് കോർഡിനേറ്റ് മൂവ്മെൻറ്റ് ഈസ് റിക്വയർഡ്. അപ്പോൾ നിങ്ങൾക്ക് സ്ട്രെങ്ത്തും ലോവർ ലിംബ് സ്ട്രെങ്ത്തും മൊബിലിറ്റിയും അതുപോലെ തന്നെ കോർഡിനേറ്റഡ് മൂവ്മെൻറ്റും ഒക്കെ ആവശ്യമായ സാഹചര്യങ്ങളിൽ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടിവിറ്റിയാണ് ഈ പറയുന്ന വാൾ സ്ക്വാട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ മൂന്നാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു മെഡിസിൻ ബോൾ എടുക്കുക. മെഡിസിൻ ബോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോളാണ് നമ്മൾ സ്ട്രെങ്തനിങ് എക്സസൈസിനും കാര്യങ്ങളൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വെയിറ്റ് ഉള്ള ഒരു ബോളാണ്. ഓക്കെ, ബാസ്ക്കറ്റ് ബോളൊക്കെ പോലെയുള്ള കുറച്ച് അത്യാവശ്യം അതിനേക്കാളൊക്കെ കുറച്ച് വെയിറ്റ് ഉണ്ടാവും, അതിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ സാൻഡ് ആയിരിക്കും, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും, വെയിറ്റ് ഉള്ളൊരു ബോളാണ്. അപ്പോൾ അത് ഡിഫറെൻറ്റ് ക്വാണ്ടിറ്റി, അതായത് ഡിഫറെൻറ്റ് പിന്നെ വെയിറ്റ് ഉള്ള ആൾക്ക് 1 kg 2 kg എന്ന് പറഞ്ഞാൽ ഡിഫറെൻ്റ് ആയിട്ട് വെയിറ്റ് ഉള്ളത് അവൈലബിൾ ആണ്. സോ എ മെഡിസിൻ ബോൾ ഓർ അതർ സ്യൂട്ടബിൾ ഒബ്ജക്റ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ എ ബെൻഡ് ആൻഡ് സ്ട്രെച്ച് ആക്ടിവിറ്റി, ബട്ട് ബാലൻസ് ഈസ് മച്ച് മോർ ഡിഫിക്കൽട്ട് വിത്തൗട്ട് എ വാൾ. ഓക്കെ, അപ്പോൾ അത്യാവശ്യം ബാലൻസ് ഉള്ള പേഷ്യൻറ്റിന് കൊടുക്കാൻ പറ്റുന്ന കാര്യമാണ്. നമ്മൾ എന്ത് ചെയ്യുക? ബോൾ എടുക്കുക, ബോൾ പിടിച്ചതിന് ശേഷം സ്ക്വാട്ട് ചെയ്യുക, താഴോട്ട് ഇരിക്കുക, ദെൻ
നിങ്ങൾ എന്ത് ചെയ്യുക, വെർട്ടിക്കൽ ഇറക്റ്റ് പൊസിഷനിലേക്ക് വരിക, ബോൾ എന്ത് ചെയ്യുക, മുകളിലോട്ട് ത്രോ ചെയ്യുക. ദെൻ വീണ്ടും സെയിം സാധനം നമ്മൾ റിപ്പീറ്റ് ചെയ്യുക. സോ എ മെഡിസിൻ ബോൾ ഓർ അതർ സ്യൂട്ടബിൾ ഒബ്ജക്റ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ എ ബെൻഡ് ആൻഡ് സ്ട്രെച്ച്. ബെൻഡ് ചെയ്യുക, ദെൻ സ്ട്രെച്ച് ചെയ്യുക. ഓക്കെ, ആക്ടിവിറ്റി ബട്ട് ബാലൻസ് ഈസ് മച്ച് മോർ ഡിഫിക്കൽട്ട് വിത്തൗട്ട് എ ബോൾ. അപ്പോൾ ഇവിടെ അത്യാവശ്യം ബാലൻസ് നമുക്ക് ആവശ്യമാണ്. ഓക്കെ, നമ്മൾ ഈ സ്കോട്ട് ചെയ്യുന്ന പോലെ തന്നെയാണ് നമ്മൾ സ്കോട്ടിങ്ങിൽ ഇരിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, എണീക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ബോൾ മുകളിലോട്ട് ത്രോ ചെയ്യുന്നു, പിന്നെ തിരിച്ചു വരുന്ന ബോൾ ക്യാച്ച് ചെയ്യുമ്പോൾ നമ്മൾ വീണ്ടും സ്കോട്ടിംഗ് പൊസിഷനിലേക്ക് പോകുന്നു. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമുക്ക് പ്രാക്ടിക്കലി ഡിസ്കസ് ചെയ്യാം, മനസ്സിലായിട്ടില്ലെങ്കിൽ പ്രശ്നമില്ല. ഓക്കെ, ദെൻ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റെപ്പിംഗ് ആക്ടിവിറ്റീസാണ്. ലോവർ ലിമ്പിന് വേണ്ടിയിട്ട് സ്റ്റെപ്പിംഗ് ആക്ടിവിറ്റീസ്. അതിൽ ഒന്നാമത്തേന്ന് പറഞ്ഞാൽ സ്റ്റെപ്പിംഗ് അപ്പ് ഫോർവേഡ്സ്. അതായത് ഇഫ് ദർ ആർ നോ സ്റ്റേഴ്സ് ഇൻ ദ പേഷ്യൻസ് ഹോം, എ സ്റ്റൂൾ ഓർ അതർ സ്റ്റേബിൾ സപ്പോർട്ട് ക്യാൻ ബി യൂസ്ഡ് ഫോർ പ്രാക്ടീസ് വിത്ത് ദ ഹാൻഡ്സ് ഓർ ഹാൻഡ് പ്രസ്ഡ് ടു ദി വാൾ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഒന്നെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ സ്റ്റെയർ കേസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ മുകളിൽ തന്നെ നിങ്ങൾക്ക് സ്റ്റെപ്പിംഗ് ആക്ടിവിറ്റീസ് ചെയ്യാം. ഇനി അതില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സ്റ്റൂളോ വേറെ എന്തെങ്കിലും വുഡൻ ബോക്സൊക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് സ്റ്റെപ്പിംഗ് ആക്ടിവിറ്റീസ് ചെയ്യാം ഇതുപോലെ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഒന്നെങ്കിൽ നിങ്ങളെ വീട്ടിൽ ചുമര് പിടിച്ചിട്ട് ചെയ്യാം, അല്ലെങ്കിൽ സപ്പോർട്ടിന് വേണ്ടി, അല്ലെങ്കിൽ നിങ്ങൾ ഹാൻഡ് റെയിലൊക്കെ അവൈലബിൾ ആണെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, ദെൻ യൂസിങ് ഹാൻഡ് റെയിൽസ് ആർ സേഫ്റ്റി മെഷർ വിച്ച് ബിൽഡ് അപ്പ് പേഷ്യൻസ് കോൺഫിഡൻസ്. ഓക്കെ, അപ്പോൾ ഹാൻഡ് റെയിൽസ് തന്നെ കൂടുതൽ സപ്പോർട്ട് കിട്ടും, പേഷ്യൻറ്റിന് കോൺഫിഡൻസ് ആയിട്ട് ഇത് ചെയ്യാനും പറ്റും. ഓക്കെ, ദെൻ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റെപ്പിംഗ് ഡൗൺവാർഡ്സ് ആണ്. സ്റ്റെപ്പിംഗ് ഡൗൺവാർഡ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇറ്റ് കോസ് അഡീഷണൽ സ്ട്രെയിൻ ഓൺ ദി knee extensors because of the weight distribution of the body to maintain ബാലൻസ്. ഇപ്പോൾ സ്റ്റെപ്പിംഗ് ഫോർവേഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ നീ എക്സസൈസിൽ അഡീഷണൽ സ്ട്രെയിൻ ഉണ്ടാക്കുന്ന ഒന്നാണ്. ഓക്കെ, കാരണം എന്താണ്, ബിക്കോസ് ഓഫ് ദി വെയ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദ ബോഡി ടു മെയിൻറ്റെയിൻ ബാലൻസ്. ഓക്കെ, ടീച്ച് ദ പേഷ്യൻസ് ടു പുഷ് ദെയർ വേ ഡൗൺവാർഡ്സ് അഗെയിൻസ്റ്റ് ദ തെറാപ്പിസ്റ്റ് റെസിസ്റ്റൻസ് അപ്ലൈഡ് മാനുവലി ബൈ സപ്പോർട്ടിങ് ദ പെൽവിസ് ആൻറ്റീരിയർലി. അപ്പം നിങ്ങൾ പേഷ്യൻ്റ് താഴോട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഇതിലൊക്കെ പറഞ്ഞ പോലെ ക്രച്ച് വാക്കിങ്ങിൽ പറഞ്ഞ പോലെ, അതായത് സ്റ്റെപ്പ് ഡൗണിൽ സ്റ്റെയർ കേസിൽ നിന്ന് ഡൗൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആൻറ്റീരിയർലി തെറാപ്പിസ്റ്റ് പേഷ്യൻ്റെ ആൻറ്റീരിയർലി നിന്നതിന് ശേഷം ഡിസെൻഡിങ് സ്റ്റേഴ്സ് ചെയ്യുന്ന സമയത്ത് ആൻറ്റീരിയർലി നിന്നതിന് ശേഷം നമ്മൾ പേഷ്യൻറ്റിന് പെൽവിസിൻ്റെ മുന്നിൽ ഒരു റെസിസ്റ്റൻസ് ഓഫർ ചെയ്യും. ഓക്കെ, ടീച്ച് ദ പേഷ്യൻറ്റ് ടു പുഷ് ദെയർ വേ ഡൗൺവാർഡ്സ് അഗെയിൻസ്റ്റ് ദ തെറാപ്പിസ്റ്റ് റെസിസ്റ്റൻസ് അപ്ലൈഡ് മാനുവലി സപ്പോർട്ടിങ് ദ പെൽവിസ് ആൻറ്റീരിയർ. അപ്പോൾ പേഷ്യൻറ്റ് താഴോട്ട് സ്റ്റെപ്പ് ഡൗൺ ചെയ്യുന്ന സമയത്ത് തെറാപ്പിസ്റ്റ് ഫ്രണ്ടിൽ നിന്നതിന് ശേഷം പേഷ്യൻറ്റിൻ്റെ ആൻറ്റീരിയറിൽ പെൽവിസിൻ്റെ ആൻറ്റീരിയറിൽ ഒരു റെസിസ്റ്റൻസ് കൊടുക്കും. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യണം, ആ റെസിസ്റ്റൻസിനെതിരെ പുഷ് ചെയ്തിട്ട് പേഷ്യൻറ്റ് താഴോട്ട് ഇറങ്ങണം. ഓക്കെ, then this gives a splendid sense of security and blocks the patient's view of long descending staircase which he may find frightening. അതേസമയം ചിലപ്പം ഇതൊരു പേഷ്യൻറ്റിന് എന്താണ് മുന്നോട്ട് കാണാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാക്കും തെറാപ്പിസ്റ്റ് മുന്നിൽ വന്നിങ്ങനെ പുഷ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ഡിപ്പെൻഡ് ഓൺ ദി പേഷ്യൻറ്റ്. ഓക്കെ, then gradually the amount of resistance to the descent is reduced until the patient has confidence. പേഷ്യൻറ്റ് കോൺഫിഡൻസ് വന്നു കഴിഞ്ഞാൽ, പേഷ്യൻസ് ഓക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, മുന്നിൽ വന്ന് ഇങ്ങനെ റെസിസ്റ്റൻസ് കൊടുക്കേണ്ട ആവശ്യം ഇല്ല. ഓക്കെ, ദെൻ സ്റ്റെപ്പിംഗ് അപ്പ് ആൻഡ് ഡൗൺ സൈഡ് വേസ്. ഇപ്പോൾ നമ്മൾ സ്റ്റെപ്പിംഗ് അപ്പ് നേരെ നിന്ന് സ്റ്റെപ്പ് കയറുന്നത്, നേരെ നിന്ന് സ്റ്റെപ്പ് ഇറങ്ങുന്നത് നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റെപ്പിംഗ് അപ്പ് ഡൗൺ സൈഡ് വേസ് ക്യാൻ ബി യൂസ്ഫുൾ വെൻ ഓൺലി വൺ ഹാൻഡ് റെയിൽ ഈസ് അവൈലബിൾ. ഒരു റെയിൽ ഹാൻഡ് റെയിൽ മാത്രമേ ഉള്ളൂ, രണ്ട് സൈഡിലും ഹാൻഡ് റെയിൽ ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റെപ്പിംഗ് ഡൗൺ സൈഡ് വേസ് ചെയ്യാം. ഓക്കെ, ദ മൂവ്മെൻറ്റ് ഓൾസോ ഹെൽപ്സ് ടു ഡെവലപ്പ് ലാറ്ററൽ സ്റ്റെബിലിറ്റി ഓഫ് ദ ലെഗ് ആൻഡ് ട്രങ്ക്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, സൈഡിൽ നിന്നിട്ട് സൈഡ് വേസ് നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റെപ്പ് അപ്പും സ്റ്റെപ്പ് ഡൗണും ചെയ്യാം. ഇങ്ങനെ ചെയ്യുന്നതിനെ കൊണ്ട് നമുക്കുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മളെ ട്രങ്കിൻ്റെയും ലെഗിൻ്റെയും ലാറ്ററൽ സ്റ്റെബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് റീട്രെയിനിങ് ഓഫ് എക്സ്റ്റൻസർ ആക്ടിവിറ്റി ആൻഡ് സ്റ്റെബിലിറ്റി ഓഫ് ദി ലോവർ ലെഗിൽ പറയുന്നത്.